തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനം വകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. വനംവകുപ്പ് കുരിശ് പൊളിച്ച പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 40 വർഷത്തിലേറെ പഴക്കമുള്ള തെങ്ങ് പിഴുതുമാറ്റിയ ശേഷം അവിടെയാണ് കുരിശ് സ്ഥാപിച്ചത്. അത്രയും കാലം ഈ ഭൂമി കൃഷിക്കാരന്റെ കൈവശമായിരുന്നു എന്നതിന് അടിസ്ഥാനപരമായ തെളിവ് ഇവിടെയുള്ള കൃഷിദേഹങ്ങളാണ്. 1991 പട്ടയം കിട്ടണമെന്നാവശ്യപ്പെട്ട് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KM മാണിക്ക് പ്രദേശവാസികൾ കൂട്ടഹർജി നൽകിയിരുന്നു. പട്ടയ നടപടികൾക്കായി സംയുക്ത പരിശോധന അടിയന്തരമായി നടത്തണമെന്ന് അതേ വർഷം തന്നെ KM മാണി ഉത്തരവിട്ടതുമാണ്. അതിൻ്റെ രേഖകൾ പ്രദേശവാസികളുടെ കൈവശമുണ്ട്. അതായത് 1/4 നൂറ്റാണ്ടിലേറെയായി പട്ടയ നടപടിയിലേക്ക് നീങ്ങിയ പ്രദേശമാണിത്. LDF സർക്കാർ വനഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്ന് തീരുമാനമെടുത്തു. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആനയാട് ടൂറിസ്റ്റ് കേന്ദ്രം ഈ പ്രദേശത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ശരാശരി 500ഓളം വരുന്ന ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പല ടൂറിസം കേന്ദ്രങ്ങളും തങ്ങളുടെ കൈവശപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായ വനം വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഒരു കയ്യേറ്റത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമാണിത്. മറ്റു കാര്യം, ഇവിടെ കുരിശ് സ്ഥാപിച്ചത് വനം വകുപ്പിൻ്റെ ഭൂമിയിലാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. 40 വർഷക്കാലത്തിലധികം പഴക്കമുള്ള തെങ്ങ് പിഴുതു മാറ്റിയിട്ട് അവിടെയാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ 40 വർഷക്കാലം മുമ്പ് അയാളുടെ കൈവശം ആ ഭൂമി ഇരുന്നു എന്നുള്ളതിന് ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് അവിടെ നിൽക്കുന്ന കൃഷിദേഹങ്ങളാണ്. റേഞ്ച് ഓഫീസർ ചോദിക്കുമ്പോൾ വനംവകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം വില്ലേജ് ഓഫീസർക്കില്ല. വില്ലേജ് ഓഫീസർ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത്. ചില റവന്യൂ വനം ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതിവാദികളും സർക്കാരിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ്. വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ മെയ് 8 വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് LDF ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വനം റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ നിലപാടെടുക്കും. 28 മുഖ്യമന്ത്രി നെടുങ്കണ്ടത്ത് എത്തുമ്പോൾ പ്രദേശവാസികൾക്ക് നേരിട്ട് കാണാൻ സംവിധാനമൊരുക്കുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.